ഈ റിസ്ക് തന്നെയായിരുന്നു ഇതിന്റെ ത്രെഡ്. ആ റിസ്ക് കാരണം തന്നെയാണ് എക്സൈറ്റ്മെന്റ് അല്ലേ? എക്സൈറ്റ്മെന്റ്. നമുക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഉം. നായകനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെ. നായകനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഇരിക്കാനാണ് ഇഷ്ടം. ഇഷ്ടം. സത്യത്തിൽ 7 സബ്ജക്റ്റുകളുണ്ട്. ഉണ്ട്. ഈ അപ്പൊ ഒരു നമുക്ക് സിനിമയ്ക്കുള്ളിൽ. ഒരു സിനിമയ്ക്കുള്ള 7 എലമെന്റ് ഇങ്ങനെ അതെ. വരുന്നത്. കാരണം ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് ഈ ചേർച്ചക്കുറവ്. അയാളെ കണ്ടാൽ അങ്ങനെ തോന്നില്ല. ഉം. അയാളും നീയും തമ്മിൽ ചേർച്ചയില്ല. ഉദയനാണ് താരം കാണുമ്പോൾ ഉം. ആ ആഗ്രഹം ഒന്നും കൂടി ഒന്ന് ആളും. ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം സ്ക്രീനിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പാടായിരിക്കും. അതുകൊണ്ട് അതൊരു എപ്പോഴും ഒരു റിസ്ക് എലമെന്റ് തന്നെ ആയിരുന്നു ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ. റിവ്യൂ ഷോ കണ്ടിട്ടൊക്കെ വൈഫ് ഒത്തിരി ഇമോഷണൽ ആവണത് ഞാൻ കണ്ടതാ. വൈഫ് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ചൈതന്യ അശ്വിനോട് സംസാരിക്കുന്ന സംഭവമൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയുടെ സംവിധായകനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. സ്വാഗതം ചെയ്യുന്നു റിനോയ് കല്ലൂർ. നമസ്കാരം ചേട്ടാ. ഈ ചിത്രത്തിൻ്റെ ഭയങ്കര ഏറ്റവും നോട്ടബിളായ, നമുക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ് ആണല്ലോ ഇത്. ഭയങ്കര മുമ്പ് കണ്ടൊരു ഫോർമാറ്റുള്ള ഒരു സിനിമയല്ല. ഈ ഡിസിഷൻ എടുക്കാൻ തന്നെ ഭയങ്കര ധൈര്യം വേണം. ആ ഒരു കോൺഫിഡൻസ് ഭീകരമാണ്. അതിൽ തന്നെ ഇപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറഞ്ഞ സിനിമകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ തന്നെ ഈ മുൻമാതിരികളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചും കൂടെയാണ് ഇത്. ഈ റിസ്ക് ശരിക്കും അത്ര കൺവിൻസ് ചെയ്യാൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ റിസ്ക് തന്നെയായിരുന്നു ഇതിന്റെ ത്രെഡ്. എക്സൈറ്റ്മെന്റ്. കാരണം നമുക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമകള് നമ്മൾ കണ്ടിട്ടില്ല. സിനിമയ്ക്കുള്ളിലെ കഥാപാത്രം ഒരു സിനിമ ചെയ്യുമ്പോൾ 1-2 സീനുകളിൽ ഒതുങ്ങിപ്പോകുന്നു. തിയേറ്ററിൽ കാണുന്നു, ആളുകൾ കൈയടിക്കുന്നു, സിനിമ വിജയിക്കുന്നു എന്നല്ലാതെ സിനിമ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമാക്കിയിട്ട് നമുക്ക് സിനിമയ്ക്കുള്ളിൽ സിനിമ തന്നെ അങ്ങ് കാണിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം, അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായ ഒരു സംഭവം. അപ്പൊ അത് തന്നെ ആളുകളോട് പറയുമ്പോൾ ഒരു കൗതുകം, ഈ പിച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു കൗതുകം ആളുകൾക്ക് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് സിനിമ സംഭവിക്കാനും കാരണം. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് അങ്ങോട്ട് എനിക്ക് റിസ്ക് അല്ലായിരുന്നു. പിന്നീട് അതിന്റെ മേക്കിംഗ്, അതിന്റെ റൈറ്റിംഗ്, എഴുത്ത്, മറ്റു മേക്കിംഗ് പരിപാടിയിലോട്ട് വരുമ്പോൾ ചലഞ്ചിങ് ഉണ്ടായിരുന്നു. കാരണം ഓരോന്നും വ്യത്യാസപ്പെട്ട സിനിമകളായിരിക്കണം, പല ഇമോഷൻസ് ആയിരിക്കണം, പല ജോണറുകളായിരിക്കണം. അതൊരു ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടല്ലോ. ഇപ്പൊ സിനിമയ്ക്ക് എപ്പോഴും ഉള്ള ഇതാണ്, കഥാപാത്രത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ഇമോഷൻ വർക്ക് ആവുമോ എന്നുള്ള ഇതിലാണ് എപ്പോഴും സിനിമ നിൽക്കുന്നത്. ഇതിന് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആണ്. അതും സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ആളുകൾക്ക് അറിയാം, ഓക്കെ ഇത് ഇവര് മേക്ക് ചെയ്ത സിനിമയാണെന്ന് അറിയാം. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ്, ഈ ആളുടെ കൂടെ ആളുകൾ നിൽക്കുമോ എന്നുള്ള അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അല്ലേ, ഭീകര റിസ്ക് ആണല്ലോ അത്. അത് എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യുന്നത്? അപ്പൊ ഞാനത് ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കഥ പറഞ്ഞു പോകുന്നു. അപ്പൊ അയാൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് എടുക്കുന്ന ഒരു കോമഡി, പണ്ട് നമ്മൾ തമിഴ് സിനിമയിലൊക്കെ അങ്ങനെ വേറെ ട്രാക്കിൽ ഒരു കോമഡി ഉണ്ടാവും. പ്രത്യേകിച്ച് വടിവേലു സാറൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നായകനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നായകനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം, ഇഷ്ടം. അപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെ തന്നെ ചിന്തിക്കുമോ ആളുകള്? കാരണം നായകനെ കണ്ടുകൊണ്ട് അശ്വിൻ ചെയ്ത റൊണാൾഡോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത കഥ കയറി വരിക. പിന്നെയാണ് ഇയാളെ കാണിക്കുന്നത്, വീണ്ടും അടുത്ത കഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റും എന്നുള്ളൊരു റിസ്ക് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, എപ്പോഴും അയാൾക്ക് ഇനി എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം ഉള്ളിടത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് ഒരു രസക്കേട് വരുന്നത്. ഇവിടുത്തെ ആള്, ഈ റൊണാൾഡോ എന്ന് പറയുന്ന ആൾ അവിടെ റിലാക്സ്ഡ് ആയിട്ട് ഒരു സിനിമ കാണുക. അപ്പോൾ ആ പ്രശ്നം ഇവിടെ ഇല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ ഒരു ധൈര്യം ഉണ്ടായത്. കാരണം അയാൾ കാണുന്ന അയാളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അയാൾക്ക് അവിടെ ഇരുന്നിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് തിയേറ്ററിൽ കറക്റ്റ് ആയിരുന്നു. ആളുകൾ റൊണാൾഡോനെ കുറിച്ച് പിന്നീട് അത്ര റൊണാൾഡോയ്ക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിലേക്കൊന്നും ചിന്ത പോകുന്നില്ല. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ നിന്നാണ് പിന്നീട് ഇതിന്റെ എഴുത്ത് പോകുന്നത്. അതുകൊണ്ട് അയാളെ മാക്സിമം റിലാക്സ് ആക്കി വെക്കുക നമ്മൾ. അപ്പൊ കഥയിലേക്ക് ഇന്നാകുന്നുണ്ട്. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും
കഥയിലേക്ക് അതൊരു ഇന്നാവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട് നമ്മുടെ ഒരു മേക്കിങ്ങിലും സ്ക്രിപ്റ്റിങ്ങിലൊക്കെ. അത് ഈ റൊണാൾഡോന്ന് ക്യാരക്ടർ പേര് വെക്കാൻ കാരണം എന്താ ശരിക്കും? ഇവിടുന്ന് അട്രാക്ഷന്റെ സംഭവമാണ് മെയിൻ ആയിട്ട്. പിന്നെ എന്തായാലും ഒരു പേരിടണം. ആ. ഞാൻ നോക്കിയപ്പോ റൊണാൾഡോയുടെ ലൈഫ്, ഉം. പിന്നെ പി.കെ. അരവിന്ദൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ ലൈഫ്, ഉം. 3 ഹ്രസ്വചിത്രങ്ങൾ ഫസ്റ്റ് ഹാഫിൽ, സിനിമ എന്ന് പറയുന്ന ഇത്രയും സംഭവങ്ങളുണ്ട്. അപ്പോൾ 3, 4, 5, 6. പിന്നെ ഈ മൂന്നാമത്തെ ഷോർട്ട് ഫിലിമിന്റെ അകത്ത് ഒരു ഷോർട്ട് ഫിലിം കൂടിയുണ്ട്. ഉം. അതുകൂടി ചേർക്കുമ്പോൾ സത്യത്തിൽ 7 സബ്ജക്റ്റുകളുണ്ട്. ഉണ്ട്. ഈ അപ്പൊ ഒരു നമുക്ക് സിനിമയ്ക്കുള്ളിൽ. ഒരു സിനിമയ്ക്കുള്ള 7 എലമെന്റ് ഇങ്ങനെ അതെ. വരുന്നുണ്ട്. അപ്പൊ ഞാൻ റൊണാൾഡോ എന്ന് പേരിടാം. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണമല്ലോ. ആ. അപ്പൊ 7 CR7, ഉം. അപ്പൊ റൊണാൾഡോ എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, നമുക്കത് കണക്ട് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് അത്. ഏഴായ ശേഷമാണ് പിന്നെ റൊണാൾഡോ എന്ന് പേര് വരുന്നത്. അതെ അതെ. ഈ അശ്വിനിലേക്ക് എത്തുന്ന പ്രോസസ്സ് ശരിക്കും ഇപ്പൊ അശ്വിനോട് സിനിമ റിലീസിന് മുമ്പും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ സംഗതികൾ ഉണ്ട് എന്നൊക്കെ കൺവിൻസിങ് ആയ സ്ക്രിപ്റ്റ് ആയിരുന്നു. അശ്വിനിലേക്ക് എത്തുന്നത് ശരിക്കും എങ്ങനെ? അശ്വിൻ ഈ ലീഡ് ക്യാരക്ടർ കൺവിൻസിങ് ആയി അവതരിപ്പിക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്ന കോൺഫിഡൻസ്? അശ്വിൻ ഇതിനകത്ത് അമ്മയിൽ നിന്നാണ് തുടക്കം. സീൻ അവന്റെ ക്യാരക്ടർ അമ്മയായിട്ടുള്ള ഇന്ററാക്ഷൻ. അപ്പോൾ അമ്മയുടെ ഒരു കുഞ്ഞായിരിക്കണം, അപ്പന്റെ മുമ്പിൽ കുറച്ച് ഭവ്യതയുണ്ട്, ഒരു പേടിയൊക്കെ ഉണ്ട്. നായികയുടെ മുമ്പിൽ, ലവറിന്റെ മുമ്പിൽ ഇത്തിരി കട്ടയ്ക്കൊക്കെ നിൽക്കണം. പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും ഈ ഒരു ഭവ്യത കാര്യങ്ങള്. അമ്മായിച്ചന്റെ അടുത്ത് പോകുമ്പോൾ ഇത്തിരി പേടിയുണ്ട്. ലാൽ സാറാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനായ ആള്. പിന്നെ അയാളെ കണ്ടാൽ അങ്ങനെ ഒരു ഡയറക്ടർ പരിപാടിയൊന്നും തോന്നണ്ട. അതും കാരണം ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളിൽ ഒന്നാണ് ഈ ചേർച്ചക്കുറവ്. അയാളെ കണ്ടാൽ അങ്ങനെ തോന്നില്ല, അയാളും നീയും തമ്മിൽ ചേർച്ചയില്ല എന്ന് പറയുന്ന ഒരു വിഷയം ഈ സിനിമയുടെ മൊത്തത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം റൊണാൾഡോനെ കണ്ടാലും ഒരു പയ്യൻ, ഈവൻ ഒരു സിനിമയൊക്കെ ചെയ്യൂ എന്ന് പറയുന്ന ഒരു ലുക്കുള്ള ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായ പയ്യൻ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് അശ്വിനെ നമ്മൾ വെച്ചേക്കാം അത് ചിന്തിക്കുന്നത്. അത് കറക്റ്റ് ആയിരുന്നു. ഇതിലിപ്പോ എഴുത്തുകാരന്റെ ഹാർഡ്ഷിപ്പ് ആണല്ലോ ശരിക്കും പറയുന്നത്, ഇതാണല്ലോ പ്ലോട്ട്. ഇപ്പൊ അശ്വിൻ ഇറ്റ്സെൽഫ് ഒരു എഴുത്തുകാരനും കൂടെയാണല്ലോ, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത് അശ്വിന് ഭയങ്കര കണക്ട് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ക്രിയേറ്ററിനെ സംബന്ധിച്ചപ്പോ ചേട്ടന്റെ ലൈഫില് അങ്ങനെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ് ഇതിലുണ്ടോ, അത് മൊത്തത്തിൽ ഒരു ഫിക്ഷണൽ കഥ തന്നെയാണ്? ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്, നമ്മൾ അനുഭവിച്ചതുണ്ട്, കേട്ടതുണ്ട്, പല കൂട്ടുകാരുടെയും ജീവിതാനുഭവങ്ങളൊക്കെ വന്ന് പറഞ്ഞതൊക്കെ ഉണ്ട്. അതെല്ലാം മനസ്സിനെ സ്പർശിക്കാത്ത ഒരു കാര്യമില്ല. ഒരു എല്ലാ കഥകളിലും മനസ്സിനെ സ്പർശിച്ച മുമ്പ് ഉള്ള ജീവിതാനുഭവത്തിൽ നിന്നുള്ള എലമെന്റ്സ് ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ സത്യസന്ധമായിട്ടൊക്കെ നമുക്ക് അതിന്റെ ഇമോഷൻസ് എല്ലാം എഴുതാൻ പറ്റി. ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റി. ആംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിളും കൂടിയും സെറ്റ് ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ പറയുമ്പോൾ അപ്പുറത്തെ ആളൊരു വില്ലൻ ആകാൻ പാടില്ല, അയാളുടെ ന്യായങ്ങളും ആളുകൾ ഡിസ്കസ് ചെയ്യണം എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയായിരുന്നു അതിൻ്റെ ഒരു എഴുത്ത് കാര്യങ്ങൾ. അപ്പം എനിക്ക് ഇയാളെ അറിയാം, മറ്റയാളെ എത്രത്തോളം അറിയാം എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. അപ്പം നമ്മൾ അയാളുടെ ആംഗിളിൽ നിന്നൊക്കെ കൂടുതൽ ചിന്തിച്ച് അവിടെ കൂടുതൽ വർക്ക് ചെയ്യണം നമ്മൾ. നമുക്ക് അറിയാവുന്ന ആള് അല്ലെങ്കിൽ എന്നെ തന്നെ എഴുതുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എഴുതാനായിട്ടായിരുന്നു കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ചൈതന്യയിലേക്ക് എത്തുന്നത് എങ്ങനെ? പക്ഷെ ഈ ചൈതന്യ ഒരുപാട് നാളായിട്ട് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള വേൾഡിൽ നിന്ന് സിനിമയിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ അവസ്ഥയിലും കൂടെയാണല്ലോ. അതെ അതെ. അതെങ്ങനെയാ ചൈതന്യ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഒത്തിരി പൊക്കക്കാരിയായൊരു ഇത്തിരി പൊക്കം കൂടുതലുള്ള ഒരാളെ വേണം. സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതാണ്, ഇങ്ങനെ ഉയരം, പൊക്കക്കുറവ്, പൊക്കം. അപ്പോ പൊക്കക്കാരിയായ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ആ സമയത്ത് നല്ല കത്തി നിൽക്കുന്ന ഒരാള് ചൈതന്യായിരുന്നു. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന കഥ അവളുടെ പോർഷൻസ് മാത്രം പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് അത് വർക്കാവുന്നു, ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെയാണ് അത് അവളിലേക്ക് എത്തുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നതിലെ ഇൻസ്പിറേഷൻ എന്താ ശരിക്കും? കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞ്, ഇപ്പൊ ഈ സിനിമയുടെ ഫോർമാറ്റ് അല്ലെങ്കിൽ കൂടെ പല ഫോർമാറ്റുള്ള സിനിമയ്ക്കുള്ളിലെ സിനിമ കണ്ടിട്ടുണ്ട് നമ്മൾ. അങ്ങനെ അത് ആ ഒരു ടൂൾ ഉണ്ടല്ലോ, ആ ഫിലിം മേക്കിംഗ് ടൂള് ഭയങ്കര ഇൻസ്പയറിംഗ് ആണോ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമ ഉണ്ടോ എന്ന് ഇൻസ്പിറേഷൻ എടുക്കാൻ? എനിക്ക് സിനിമ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആ ആഗ്രഹത്തെ ആളിക്കത്തിക്കും ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ സംസാരിക്കുന്ന
സിനിമകൾ കാണുമ്പോൾ. ഇപ്പൊ ഉദയനാണ് താരം കാണുമ്പോൾ ആ ആഗ്രഹം ഒന്നും കൂടി ഒന്ന് ആളും. നമ്മുടെ ജീവിതം തന്നെ സ്ക്രീനിൽ കാണുവാണ്. ഉദയൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇന്ന് കഥാപ്രസംഗം കഴിഞ്ഞ് വരുവാണ്. അപ്പൊ നമ്മളത് ആലോചിക്കും, ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എത്ര ആളുകളുടെ അടുത്ത് പോയി കഥ പറയണം. ചില കഥകളൊക്കെ നമ്മളെ രാത്രി വിളിച്ചെഴുന്നേപ്പിച്ച് ഉണർത്തി ചോദിച്ചാലും മണി പോലെ പറയുന്ന രീതിയിൽ അത്രയും നമ്മൾ പറഞ്ഞു നടന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വളരെ കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ എപ്പോഴും സിനിമയ്ക്കകത്ത് സിനിമ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഫസ്റ്റ് സിനിമ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു എനിക്കിത്. അങ്ങനെയാണ് അതിനകത്തേക്ക് വരുന്നത്. പൊതുവെ ഇപ്പൊ നമ്മുടെ സിനിമ ആസ് എൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മീഡിയ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ എപ്പോഴും പറയാലോ, വലിയ സ്കെയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റ് ഉള്ള സിനിമകൾ എടുത്താൽ ആൾക്കാരെ ഭയങ്കരമായിട്ട് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പൊതുവായൊരു ധാരണ മൊത്തത്തിലുണ്ട്. എന്നാൽ പോലും നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന ചെറിയ പ്ലോട്ടുള്ള പക്ഷെ ഭയങ്കര കൗതുകമുള്ള സിനിമകൾ ഈ അടുത്ത് ഇപ്പൊ കന്നഡയിൽ പോലും ഇപ്പോൾ ഹിറ്റായി രാജ്ബി ഷെട്ടിയുടെ ഒരു സിനിമ വരുന്നു. അങ്ങനെ ഫണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള പല കുഞ്ഞു സിനിമകളും ചെയ്യുന്നുണ്ട്. ഒരുപാട് റിസ്ക് ആണ് ഇപ്പോൾ ചെറിയ സ്കെയിലുള്ള സിനിമ പോലും. അത് കഥ തൊട്ട് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, തിയേറ്ററിൽ എത്തിക്കണം, ഡിസ്ട്രിബ്യൂഷൻ കഴിയുന്ന വരെയുള്ള ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. ഇത് മൊത്തം എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പൊ തിയേറ്ററിൽ കളിക്കുന്ന സിനിമ മൊത്തത്തിൽ എക്സ്പീരിയൻസ് ഈ സ്കെയിൽ ഒരു വലിയ ഫാക്ടറാണ് ശരിക്കും ഒരു തിയേറ്ററിലേക്ക് എത്തിക്കാൻ. വലിയ സ്കെയിൽ എന്ന് പറയുമ്പോൾ സത്യത്തിൽ കുറച്ചും കൂടിയൊക്കെ ബിസിനസ് പരമായിട്ട് അത് സേഫ് ആയിരിക്കും. ആദ്യമേ തന്നെ ആളുകൾ വരാനും അല്ലെങ്കിൽ മറ്റു ബിസിനസ്സൊക്കെ നടക്കാനും. നമ്മുടെ പോലത്തെ പടങ്ങളാണ് ആദ്യമേ തന്നെ ഇതിൻ്റെ മറ്റ് തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരാനും മറ്റു ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അപ്പോൾ നോക്കുന്നത് ഇതിൻ്റെ കോണ്ടന്റ് എന്താണ് ഇത് പറയുന്നത്, ഇതിനകത്തൊരു പുതുമയുണ്ടോ. അപ്പൊ അതിലെല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നു, വന്ന് അഭിനയിക്കുന്നവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം വന്ന് അഭിനയിക്കുന്ന എല്ലാവരോടും ഞാൻ ഇതിന്റെ ഒരു സ്ട്രക്ചർ പറയും. മൊത്തം കഥ പറയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, അതിനകത്തൊരു പോർഷനാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നു. ടോട്ടാലിറ്റിയിൽ വരുമ്പോ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിനെ ആളുകളിലേക്കും കൂടി എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പൊ അതിനകത്തേക്ക് അത് ആളുകൾക്ക് കാണാൻ തോന്നണം, ആളുകൾ വരും, ആ ഒരു വിശ്വാസത്തിലാണ് അത് ചെയ്തത്. അതേസമയം വലിയൊരു ആർട്ടിസ്റ്റാണ്, വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, മറ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ റിസ്ക് ഇത്തിരി കുറവായിരിക്കും. അതെ, കുറവായിരിക്കും. കാരണം ബിസിനസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഇനിഷ്യൽ പുള്ളിങ് ഉണ്ടാവും. പിന്നെ ശേഷം മറ്റു ബിസിനസ്സുകൾ നടക്കും. നമുക്കാണ് എപ്പോഴും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം സ്ക്രീനിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പാടായിരിക്കും. അതുകൊണ്ട് അതൊരു എപ്പോഴും ഒരു റിസ്ക് എലമെന്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ. ഈ അശ്വിനോട് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അശ്വിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ റൈറ്ററുടെ ക്യാരക്ടർ തന്നെയാണോ ശരിക്കും? കാരണം ഈ പറഞ്ഞ പോലെ അശ്വിൻ ഇറ്റ്സെൽഫ് റൈറ്റർ ആണ്, ആ രീതിയിലുള്ള ട്രേറ്റ്സ് അശ്വിന് ഭയങ്കര പേഴ്സണലാണ്. സ്ക്രിപ്റ്റ് ഡിസ്കഷന്റെ ഒരു ഇനീഷ്യൽ ഘട്ടത്തിലൊക്കെ അശ്വിന്റെ ഒരു അശ്വിന് ഇഷ്ടപ്പെട്ട വേറെ പല ക്യാരക്ടേഴ്സും ഉണ്ട്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ഉണ്ട്. പക്ഷെ അവനറിയാം അത് അവന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാം. ടോമി എന്ന് പറയുന്ന അതൊക്കെ ആരെയും ഒന്ന് മോഹിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പൊ അതിനുള്ള ഏജ് ഒന്നും ആയിട്ടില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. പക്ഷെ അവന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്. അവനും വൈഫും വന്ന് ഒരു പ്രിവ്യൂ ഷോ കണ്ടിട്ടൊക്കെ വൈഫ് ഒത്തിരി ഇമോഷണൽ ആവണത് ഞാൻ കണ്ടതാ. വൈഫ് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ചൈതന്യ അശ്വിനോട് സംസാരിക്കുന്ന സംഭവമൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് സിനിമയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചെടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് ആ കണക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കിപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിലിം സ്കൂളിൽ പഠിക്കുന്ന ആളുകളാണെങ്കിലും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെടുക്കുന്നവരാണെങ്കിലും അശ്വിനും അത് തന്നെയാണ് സംഭവിച്ചത്. ഭയങ്കരമായിട്ട് കണക്ഷൻ കിട്ടി എന്നാണ് അവൻ പറഞ്ഞത്. ഈ റൊണാൾഡോ ചിത്രത്തിന് ശേഷം ഉള്ളൊരു പ്ലാനും ഇതുപോലെ ഡിഫറെന്റ് ആയൊരു അറ്റംപ്റ്റ് തന്നെ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടോ? അതായത് വേറൊരു ഫോർമാറ്റിലുള്ള അധികം മുൻമാതൃകൾ ഫോളോ ചെയ്യാത്തൊരു ഫോർമാറ്റ് തന്നെ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തീരുമാനമുണ്ട്? ഇനിയിപ്പം ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നില്ല. നല്ലൊരു കഥ പറയുക, അത് ആളുകളിലേക്ക് എത്രത്തോളം കൊടുക്കുക, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ഒരു ആദ്യത്തെ പടം തന്നെ ഇങ്ങനെ വെറൈറ്റി, അപ്പൊ ഇനി അടുത്ത സിനിമയും വേറൊരു സ്ട്രക്ചർ ഫോർമാറ്റ് പിടിക്കുക, അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. അപ്പം ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പല രീതിയിൽ മേക്കിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് മൂഡ് വേണം എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും വന്നിട്ട് നമുക്ക് ആ മൂഡ് പിടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ഏത് രീതിയിൽ നമുക്കൊരു സാധനം ചെയ്യാം,
എന്നുള്ളത്. അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ റൊണാൾഡോ ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. ഇനി അടുത്ത പ്ലാനും പരിപാടികളും വേഗം നടക്കട്ടെ. എല്ലാവരും താങ്ക് യു സോ മച്ച്.